ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫിഷ് ഫ്രൈ. അതിന് ഞാനിവിടെ നെയ്മീനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് നെയ്മീൻ. നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ നെയ്മീൻ എന്ന് പറയും. ദാക്കുറ, വിച്ച് ഈസ് നമ്മുടെ കിങ് ഫിഷ് ആണ്. Today I'm going to show you how to fry a fish with the Indian spices. I'm using a kingfish today. 2 slices of kingfish. I നല്ലോണം കഴുകി thin slice ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. I have 2 slices of kingfish cut to 2 thin slices and cleaned everything ready. The spices, അതായത് നമ്മുടെ മസാല, we are going to use the main chili powder. This is Kashmiri chili powder. It's not that spicy. I have like a 1 tablespoon of that. Some turmeric powder, like this much, like a half a teaspoon of turmeric powder, and some black pepper, little bit of black pepper, and fennel seeds, which is nammada perinjeeragam, like 1 teaspoon of fennel seeds. Then some red chili powder. This is a Kashmiri chili powder, not that spicy one. I took that, and I'm going to add half a teaspoon of regular chili powder, which is little spicy. If people don't want to use any spices, not chili that much, they can add only this Kashmiri chili powder along with the black pepper. Now, our ingredients: chili powder 2 types, one with spice, one without spice, and some black pepper powder, some turmeric powder, some fennel, ground fennel, this much. These are the spices I'm using. Then I have like half a lemon juice I'm going to use. Some curry leaves. When I fry, I add some curry leaves and some onions. നമ്മുടെ കുറച്ച് കരിവേപ്പില ഉള്ളി ഇട്ട് ഫ്രൈ ചെയ്താൽ നല്ല രുചിയും മണവും കാണും. Then salt. As your taste, you can add salt. Then for frying, you could use any oil. I'm using coconut oil. What else we need? That's all we need. So നമുക്ക് ഇതിൻ്റെ marination ഉണ്ടാക്കാം. Let's see how I marinate this 2 slices of kingfish. Add this chili powder. Then my turmeric powder. You can add generous amount, you know, like മഞ്ഞൾപ്പൊടി എപ്പോഴും അധികം ഇത് ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറേയൊക്കെ അങ്ങ് ഓയിലിൽ അങ്ങ് പോകും. അതുകൊണ്ട് നമുക്കത് കുറച്ച് ജനറസ് എമൗണ്ട് യൂസ് ചെയ്യാം. അതുപോലെ black pepper, ground black pepper, and some fennel. നമ്മുടെ പെരിഞ്ചീരകം നല്ലൊരു എമൗണ്ട് ചേർക്കണം. Then some people use cumin, ground നമ്മുടെ ജീരകപ്പൊടി ചേർക്കാറുണ്ട്. ഞാൻ ചേർക്കാറില്ല. ജീരകപ്പൊടിക്ക് പകരം ഞാൻ എപ്പോഴും എൻ്റെ പെരിഞ്ചീരകമാണ് ചേർക്കാറ്. മീനിന് ഈ പെരിഞ്ചീരകം വരുമ്പോൾ മീനിൻ്റെ മണം അങ്ങ് മാറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ ഈ പൊടികളൊക്കെ some spicy hot chili powder, about this much, not that much. അപ്പം നമ്മുടെ മസാല പൊടികളൊക്കെ തീർന്നു. Then salt. This much salt I'm using. പിന്നെ വേണ്ടത് നമ്മുടെ നാരങ്ങ ജ്യൂസാണ്. നമ്മുടെ നാരങ്ങ ജ്യൂസ് നല്ലോണം പിഴിഞ്ഞൊഴിക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇതിനകത്ത് ചേർക്കാം. ഞാൻ ചേർക്കണില്ല ഇന്ന്. അരിപ്പൊടിയും കൂടെ ചേർത്ത് വരുമ്പോൾ നല്ല ഒരു ക്രിസ്പി ബ്രൗണിഷ് ഒരു ലെയർ നമുക്ക് കിട്ടും. സീഡ്സ് പോയിട്ടുണ്ട് 2 എണ്ണം.
ഇതൊരെണ്ണം നല്ലോണം ഒരു പേസ്റ്റ് ആക്കാം. നമുക്ക് ഈ ലെമൺ ജ്യൂസ് കൊണ്ട് പേസ്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം, ഒരു അല്പം വെള്ളം. ഡ്രോപ്പ് ഓഫ് വാട്ടർ. യു ഹാവ് ടു സീ ഇഫ് ദിസ് ഇനഫ്. Little more, drop more. See, നല്ലൊരു പേസ്റ്റ് ആയി. See, you can see. നമുക്കിത് വെള്ളം ചേർക്കാതെ ഉപ്പും ഈ പൗഡറുകളെല്ലാം കൂടെ ഒരു ഇവിടുത്തെ അമേരിക്കൻസ് പറയും പോലെ ഒരു ഡ്രൈ റാബ്, അതായത് നമുക്ക് ഉണക്ക പൊടിയെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് വെച്ച്, പക്ഷേ അത് കുറേ സമയം നമുക്കത് അവിടെ വെക്കേണ്ടി വരും ഇതെല്ലാം ഒന്ന് പിടിച്ചു വരാൻ. വെറ്റാകുമ്പോൾ നമ്മളിങ്ങനെ വെറ്റ് മസാല, അതായത് നമ്മുടെ നാട്ടിൽ ചെയ്യും പോലെ വെറ്റ് മസാല ഇതുപോലെ ഇട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് 5 മിനിറ്റിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അതിനകത്തെല്ലാം പിടിച്ചിരിക്കും. നമ്മൾ എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് ദിസ് വിൽ ബി റെഡി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ലോണം ഒന്ന് പിടിപ്പിക്കണം, തേച്ച് പിടിപ്പിക്കണം. നല്ല ബോത്ത് സൈഡ് നല്ലോണം ഒന്ന് തേച്ച് ലൈക്ക് ദാറ്റ്. പൊടിയാൻ തുടങ്ങി ഓൾറെഡി എൻ്റെ മീൻ. കിങ് ഫിഷ് ഭയങ്കര ഇതാ, പെട്ടെന്ന് സെൻസിറ്റീവാണ്. അതുപോലെ നമ്മൾ തിൻ സ്ലൈസസ് ആക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അങ്ങ് പൊടിയാൻ തുടങ്ങും. ഒന്നുമില്ല, ആക്ച്വലി ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. മീനിൻ്റെ അകത്തൊന്ന് ഇങ്ങനെ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു എന്താ പറയണ്ട, ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ മസാല എല്ലാം അതിനകത്തോട്ട് ഇങ്ങനെ പിടിച്ച് വരും. വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇഫ് യു വാണ്ട് യു കഡ് നമുക്കൊന്ന് മാവിലൊന്ന് ഡിപ്പ് ചെയ്ത് ഉണ്ടാക്കാം. ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ് ടുഡേ. സംടൈംസ് ഐ ഡു ദാറ്റ്. നല്ല ഒരു ക്രിസ്പിനെസ് വരാൻ നമ്മുടെ മീന് മസാലയൊക്കെ ആക്കി ലെറ്റ് ബി ദർ ലൈക്ക് 5 minutes. മീൻ ടൈം എൻ്റെ ഓയിൽ ഒന്ന് ചൂടാവും. സി രണ്ട് മീന് റെഡിയായി മസാല. ഇനി നമ്മുടെ ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. 2 മീലല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒത്തിരി ഓയിലൊന്നും എടുത്തിട്ടുണ്ട്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. യു കുഡ് ഡു ഷാലോ ഫ്രൈ, നോട്ട് നെസസറിലി ഡീപ് ഫ്രൈ. മീൻ ഇസ് എ ഹെൽത്തി ഫുഡ്, so you don't have to deep fry all the time. Make it shallow fry. Baking is the best way, I would say, for health conscious people. Baking, you could bake the same way. You could put it in the oven and bake it. But today I'm showing the frying way of frying. See, I put oil. പെട്ടെന്ന് റെഡിയാവും നമ്മുടെ. നമുക്കിതെല്ലാം റെഡിയായി വെക്കാം. നമ്മുടെ സ്പാച്ചുല, നമ്മൾ ഐ ആം ഫ്രം സൗത്ത് ഇന്ത്യ, Kerala. We are growing up. Still, we are fish lovers because we are in a coastal area. We get fresh, beautiful fish anytime. Because our main protein source is fish. We are growing up like 5-6 days maybe fish every day, different types of fish. People bring it to your doorstep. You don't even have to go to the market. If you don't, they will come to you. You pick your fish and you cook them fresh, delicious fish curry. We used to eat. We are growing up. Meat and stuff we eat only on weekends. നമ്മുടെ oil is ready. നമുക്ക് അത് 1 by 1 നമുക്ക് ഇതിടാം. And the second one going in here.
വെള്ളത്തിൽ ഇട്ട ഉടനെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോഴ് അടി പിടിക്കില്ല. അല്ലെങ്കിലും അടി പിടിക്കില്ല. ഇത് എൻ്റെ പാൻ നല്ലതാണ്. ഇലക്ട്രിക് പാനാണ് ഞാൻ യൂസ് ചെയ്തത്. നമുക്ക് അടുപ്പിൽ നോൺ സ്റ്റിക്ക് പാൻ വെച്ച് അടുപ്പിൽ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഇലക്ട്രിക് പാൻ യൂസ് ചെയ്തു. ഇനി നമ്മുടെ കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. കറി ലീവ്സ് ഗോയിങ് ഇൻ. കുറച്ച് മണത്തിന് വേണ്ടിയാണ് കറി ലീവ്സ് ഉപയോഗിക്കുന്നത്. കുറച്ച് അല്പം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. I hope you can see it well. Fish is frying. വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എവിടെയാണ് ഡിസപ്പിയർ ആയെന്ന്. ഐ എം ഹിയർ. ഇന്ന് എൻ്റെ കൊച്ചുമോള് വന്നിട്ടില്ല. സാറ്റർഡേ സൺഡേ അവളുടെ പാരൻസ് വീട്ടിലുണ്ട്. അതുകൊണ്ട് അവൾ സാറ്റർഡേ സൺഡേ എങ്ങനെ എൻ്റെ കൂടെ നിൽക്കാൻ വരാറില്ല. ഇടയ്ക്കിടയ്ക്ക് വരും. അതുകൊണ്ട് ഐ എം മിസ്സിങ് ഹർ ഓൾറെഡി. അല്ലേ എൻ്റെ കൂടെ നിന്ന് ഇതൊക്കെ നോക്കി നോക്കും. വലിയ ഇഷ്ടമാണ് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് കാണാനും അഭിപ്രായങ്ങൾ പറയാനും. ഷീ ലവ്സ് ഓൾ ദാറ്റ്. കുറച്ചുകൂടെ നമുക്ക് ആനുണ്ട്. നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ എണ്ണയിൽ ഉള്ളി മൂക്കുമ്പോൾ നമുക്ക് ആ ഉള്ളിയുടെ ഫ്ലേവർ നമ്മുടെ ഓയിൽ മീനിലൊക്കെ വരും. കുറച്ചുകൂടെ തീ കൂട്ടാം. ഇനി ഞാൻ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യണം ഞാൻ ഇനി കാണിക്കാം. ഇത് നമ്മുടെ സിമ്പിൾ ഫിഷ് ഫ്രൈ ആണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനി വേണമെങ്കിൽ നമുക്ക് റൈസ് ഫ്ലവറിൽ ഡിപ്പ് ചെയ്യാം, ഫ്രൈ ചെയ്യാം. പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും. എല്ലാം ടേസ്റ്റിയാണ്. ഫിഷ് എങ്ങനെ വെച്ച് ഫ്രൈ ചെയ്തെടുത്താലും ടേസ്റ്റിയാണ്. നല്ല ഫ്രഷ് ഫിഷ് ആയിരിക്കണം. ഫ്രഷ് അല്ലേ പിന്നെ whatever you do, it's not going to make much difference. ചിലപ്പോൾ നമുക്കിവിടെ ന്യൂജേഴ്സിയിൽ നല്ല ഫ്രഷ് ഫിഷ് കിട്ടും. അപ്പം ഞങ്ങൾ ആ സമയത്ത് വിൽ ബൈ എ ബിഗ് എമൗണ്ട് ഓഫ് ഫിഷ്. എന്നിട്ട് ഞങ്ങൾ കട്ട് ചെയ്തു സെപ്പറേറ്റ് ബാഗിലാക്കി ഞങ്ങൾ ഫ്രീസ് ചെയ്യാറുണ്ട് ഫോർ 1 week ലൈക്ക് ദാറ്റ്. എന്നാലും ആ ഫസ്റ്റ് ഡേയിൽ തിന്നുന്ന ആ ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല. ബട്ട് വാട്ട് ടു ഡു, അത്രയെങ്കിലും കിട്ടണുണ്ടല്ലോ എന്ന് ഞങ്ങൾ സമാധാനിക്കും. ചില ദിവസം നല്ല ഫ്രഷ് ഫിഷ് കിട്ടും, ചില ദിവസങ്ങളിൽ കിട്ടാറില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഫോർ വീക്കിനുള്ള എമൗണ്ട് ഞങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത്. കുറച്ചുകൂടെ ആവാനുണ്ട്. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ സൈഡ് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആവും. കാണാൻ കഴിയുമെന്ന് തോന്നുന്നു നല്ലോണം. As you can see, നമ്മുടെ ഞങ്ങളുടെ ലഞ്ചിന് ഈ ഫിഷ് ഫ്രൈയും സാമ്പാറും. ഇനി ഞാൻ പെട്ടെന്നൊരു വെജിറ്റബിളും കൂടെ ഉണ്ടാക്കും. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ആഹാരം ഞങ്ങൾ കഴിക്കാറ്. ഒരു വെജിറ്റബിൾ എന്തെങ്കിലും കാണും. ഒരു ഫിഷ് കറി, അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി, അല്ലെങ്കിൽ ഒരു ഗോട്ട് കറി, അല്ലെങ്കിൽ ഒരു മോരൊഴിച്ചൂട്ടാൻ ഉണ്ടാക്കും. നമ്മുടെ യെല്ലോ കറി എന്ന് പറയുന്ന, എൻ്റെ കൊച്ചുമോൾ യെല്ലോ കറി എന്നാണ് പറയുന്നത്, അതിൻ്റെ കളറ്. അതുണ്ടാക്കും. ഒരു വെജിറ്റബിൾ പെട്ടെന്ന് ഒരു മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ഒരു തോരനുണ്ടാക്കും. ഫിഷ് ഫ്രൈ ഉണ്ടാക്കും. ഇന്ന് സാമ്പാർ രാവിലെ ഞാൻ ഉണ്ടാക്കി. സോ ഇന്ന് ഫിഷ് ഫ്രൈയും സാമ്പാറും.
ചില സമയത്ത് പപ്പടം ഫ്രൈ ചെയ്യും. നോട്ട് എവറി ഡേ, സംടൈംസ്. കൊച്ചുമോളുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് പപ്പടം ഉണ്ടാക്കും. അവളില്ലെങ്കിൽ പിന്നെ ഒരു മീനായി കഴിഞ്ഞു. I'll do that. I'll flip the second one. ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. തീ അല്പം ഞാൻ കുറച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യണം. എനിക്ക് നേരെ തിരിച്ച്, എനിക്ക് മീൻ വെന്താൽ മതി. വെന്ത് കഴിഞ്ഞ് അങ്ങനെ സോഫ്റ്റായിട്ട് ഫ്രൈഡ് ഫിഷ് തിന്നാനാണ് ഇഷ്ടം. പലർക്കും പല രീതിയിലാണ്. അവരവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ട് മസാലയിൽ കുറച്ച് പെരിഞ്ജീരകം ചേർക്കണം. അത് എൻ്റെ വേ ഓഫ് കുക്കിംഗ് ആണ്. അത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. അല്ലേ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചിലർ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ് ക്രംസോ അല്ലെ മാവൊക്കെ ഒന്ന് അതിൽ മുക്ക് ചെയ്ത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ചേർക്കും. കുറച്ച് എരിവ് അധികം ഇടും. എന്നാലേ നമുക്ക് എല്ലാം കൂടെ വരുമ്പോഴേ നമുക്കൊരു ടേസ്റ്റ് വരുള്ളൂ. ഇതിപ്പോൾ പ്ലെയിൻ ഫ്രൈഡ് ഫിഷ് ആയതുകൊണ്ട് ഓൾ യു നീഡ് ഇസ് ലിറ്റിൽ ബിറ്റ് ഓഫ് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, സോൾട്ട്. ഇത്രയും മതി. ബട്ട് ഐ ഓൾവേസ് ആഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ, അതായത് നമ്മുടെ പൊടിച്ച ഫെനൽ, ഗ്രൗണ്ട് ഫെനൽ. അത് ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യണം. Try to make it a small piece of fry a small piece of fish and try how it tastes. It's very tasty. Fennel, ground fennel, അതായത് നമ്മുടെ പെരിഞ്ജീരകം ഒരു നല്ലൊരു മണവും ടേസ്റ്റ് കൊടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്യാൻ. If you don't like it, that is fine, but try it. ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കണോണ്ട് എൻ്റെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട് ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് മസാലയാണ് ഇട്ടതെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്യാൻ. എൻ്റെ ഫിഷ് ഇസ് റെഡി. നമ്മുടെ മീൻ ഒരു പീസ് റെഡിയായി. You can see. ഇനി അടുത്ത കൂടെ നമുക്ക് എടുക്കാം. നമ്മുടെ ഒരു പീസിൻ്റെ ഒരു പീസ് അല്പം ഒന്ന് ഒടിഞ്ഞു പോയി. സ്റ്റിൽ ഗുഡ്, നോട്ട് ബാഡ്. എൻ്റെ ഫിഷ് ഫ്രൈ നമുക്ക് നമ്മുടെ ഈ ഉള്ളിയും എല്ലാം നമുക്ക് അത് ഉപയോഗിക്കാം. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഫ്രൈ ചെയ്ത ഉള്ളിയും കറി ലീവ്സും എല്ലാം നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് നല്ല ടേസ്റ്റാണ്. തിന്നാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. എൻ്റെ ഫിഷ് ഫ്രൈ റെഡിയായി. എല്ലാവരും വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ പെരിഞ്ജീരകം ഇട്ട്, എനിക്കറിയാം എല്ലാവർക്കും ഫിഷ് ഫ്രൈ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എൻ്റെ കൊച്ചുമോക്ക് വരെ അറിയാം. ഞാൻ ഉണ്ടാക്കി കണ്ട് അവൾക്ക് പോലും അറിയാം എന്താ യൂസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു വെച്ചാൽ പെരിഞ്ജീരകം ഒന്ന് പൗഡർ, നമ്മുടെ ഇറച്ചിക്ക് ചേർക്കണം പെരിഞ്ജീരകം ഇല്ലേ പൗഡർ, അതൊന്ന് നമ്മുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പിൻ്റെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ലെമൺ ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിട്ട് ഒരു 10-15-20 മിനിറ്റ് നേരം പുരട്ടി വെച്ച്. ഇന്നിപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് ഞാനത് ഫ്രൈ ചെയ്തു. ഇഫ് യു ലീവ് ഇറ്റ് ലൈക്ക് 10-15 minutes to marinate, then taste will become so good. Then when you fry it, add some curry leaves and chopped onions. That's about it. If you want to add, like I said, a little rice flour or all-purpose flour,
before you fry. That's also good. And you could add ginger garlic paste if you want on the paste. When you make the marination, you could add that also. Some people put jeera, ചെറിയ നമ്മുടെ ജീരകത്തിൻ്റെ പൊടി ഇടാറുണ്ട്. Some people, for if you like that taste of cumin, ground cumin, you can add that as well. And fish fry. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ്സ് എഴുതണം. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.